ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ NMMSന്റെ പാർട്ട് 1 ക്ലാസ്സുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പാർട്ട് 1 ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് NMMS. പിന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയ നമ്പർ പാറ്റേൺസും പഠിക്കും. വാട്ട് ഈസ് NMMS എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 38,000 ആണ് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങളുടെ പാരന്റ്സിന്റെ ഇയർലി ഇൻകം 3.5 lakh ആണെങ്കിൽ നിങ്ങൾക്കിത് ജോയിൻ ചെയ്യാം. പിന്നെ NMMSന്റെ ഫുൾ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മെറിറ്റ് കംസ് മീൻസ് സ്കോളർഷിപ്പ് എന്നാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസിന്റെ മെയിൻ ടോപ്പിക്കിലോട്ട് ചെല്ലാം. അപ്പൊ ഇതാണ് അരിത്മെറ്റിക് സീക്വൻസസ്. അരിത്മെറ്റിക് സീക്വൻസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ടേം ഈസ് സെയിം. എന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ 30 കഴിഞ്ഞിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ +5 ആണ് 20. 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ +5 ആണ് 25. 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ +5 ആണ് 30. അപ്പൊ 30 +5 ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ആൻസർ വരിക 35 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് ഫസ്റ്റത്തെ സീക്വൻസ്. ഈ സീക്വൻസ് പല ടൈപ്പിൽ മാറ്റി ചോദിക്കും. നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ 20 - 15 ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റത്തെ 2 നമ്പർ ഒന്ന് മൈനസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ് കിട്ടും. അപ്പൊ 5ന് മൈനസ് വരും. നമ്മൾ നേരത്തെ പഠിച്ച അഡിഷൻ മെത്തേഡ് ആണ് ഇത്. സബ്ട്രാക്ഷൻ മെത്തേഡ് ആണ്. 40 34 28 22 പിന്നെ ഇത് ഇവിടുത്തെ നമ്പർ കൊടുത്തില്ല 10 ആണ് വരുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 40ന്ന് 34 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക 6 ആണ്. അപ്പൊ 6 ആണ് നമുക്ക് കിട്ടുക അവിടെ ആൻസർ. അപ്പൊ ഇതെന്തായാലും ഡിക്രീസിങ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് -6 വെച്ചിട്ടാണ് പോയത്. ഇപ്പൊ 40ന്ന് 34 കിട്ടണമെങ്കിൽ -6 ചെയ്യണം. 34ന്ന് 28 കിട്ടണമെങ്കിൽ നമ്മൾ -6 ചെയ്യണം. 28ന്ന് 22 കിട്ടണമെങ്കിൽ നമ്മൾ -6 ചെയ്യണം. പിന്നെ ഇവിടെ -6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ -6 ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. 16ന് വീണ്ടും -6 ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പൊ ഇതാണ് ഡിക്രീസിങ് ഓർഡർ. നമ്മൾ നേരത്തെ പഠിച്ചത് ഇൻക്രീസിങ് ഓർഡർ. അടുത്തതായി നമ്മൾ പഠിക്കുന്ന സീക്വൻസ് എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇതിന്റെ അകത്ത് സംടൈംസ് എ സീരീസ് ക്യാൻ ഹാവ് 2 or more patterns mixed together. You should look at alternate numbers. ഇതിനകത്ത് നമ്മൾ alternate numbers വേണം നോക്കാൻ. അല്ലാതെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് അല്ല, ഒന്ന് ഇടവിട്ടിട്ടുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റത്തെ എക്സാമ്പിൾ. ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് സീക്വൻസസ് നോക്കുക. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഇവിടെ ഒരു സ്മോൾ നമ്പർ ആണ്, അതിനുശേഷം ഒറ്റയടിക്ക് 10 പോയി, പിന്നെ അത് 4 ആയി, പിന്നെ അത് 12 ആയി, 6 ആയി, 14 ആയി. അപ്പൊ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 2 + 2 ആണ് 4, 4 + 2 ആണ് 6. ആൾട്ടർനേറ്റ് ഒന്ന് ഇടവിട്ടുള്ള നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. അപ്പൊ 6 + 2 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അത് 8 ആണ് വരിക. ഞാൻ നിങ്ങൾക്കൊന്ന് എഴുതി കാണിച്ചു തരാം. 2 + 4 ആണ് 2 + 2 4, 4 + 2 ആണ് 6, 6 + 2 ആണ് 8. അപ്പൊ നമുക്ക് ആൻസർ ആയി കിട്ടുക 8 ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് 2 സ്റ്റേജ് ഡിഫറൻസ് ആണ്. 2 സ്റ്റേജ് ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് മൈറ്റ് നോട്ട് ബി സിമ്പിൾ. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. നമ്മൾ കുറച്ചൊന്ന് ഇരുന്ന് ആലോചിക്കണം. നമ്മളുള്ള എല്ലാ പോസിബിലിറ്റീസും ചെക്ക് ചെയ്യണം. യു മേ നീഡ് ടു ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് ദി ഡിഫറൻസസ്. നമ്മൾ ഈ ഡിഫറൻസസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം.
വളരെ ടഫായ ഒരു ഇതാണ്, നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. 1 + 2 ആണ് 3, 3 + 4 ആണ് 7. 7ന് 13 കിട്ടണമെങ്കിൽ നമ്മൾ 6 ആഡ് ചെയ്യണം. പിന്നെ 13ന് 21 കിട്ടണമെങ്കിൽ നമ്മൾ 8 ആഡ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണ്. 21ന്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 31. 31ന്റെ നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ആണ്. അപ്പൊ നമ്മൾ 12 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 43 ആണ്. ഇതാണ് നമ്മുടെ ടു സ്റ്റേജ് ഡിഫറൻസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഒരു ഇതാണ്. നമ്മുടെ 4ാമത്തെ സീക്വൻസ് പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ 1 to 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1 to 30, 25 വരെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. 30 വരെ നമ്മൾ അറിഞ്ഞു വെക്കണം. 25 വരെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ക്വയേഴ്സ്. നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിലൊക്കെ ഈ സ്ക്വയേഴ്സിന്റെ ബേസ് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ 1 to 25 വരെയുള്ള ബൈഹാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ള 30 വരെയുള്ള നമ്മൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സീരീസ് വിത്ത് സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ് ആണ്. അപ്പോ നമുക്കിത് പഠിക്കും. യെസ് കമിങ്. ആകാശേ ഇങ്ങോട്ട് വാ. ഇത് നമ്മളെ കോസാറാണ്. നമ്മളെ ക്യാമറയുടെ പിന്നിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഫുള്ള് സാറാണ്. സാറ് ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിലൊക്കെ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിത്തരും. നിങ്ങൾ ഈ വീഡിയോനെ ഒരു 100 ലൈക്ക് എത്തിക്കുകയാണെങ്കിൽ സാറിനെ നമ്മൾ ഈ എല്ലാ വീഡിയോയിലും കൊണ്ടുവരുന്നതാണ്. ഓക്കെ സാർ. സാർ ചായ റെഡി അല്ലേ? ഇതാണ് നമ്മുടെ എക്സാമ്പിള്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവണ്ടോ? നിങ്ങളൊന്ന് ഞാൻ 5 സെക്കൻഡ് സമയം തരാം. നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടാവും ഞാൻ വിചാരിക്കുന്നു. തെറ്റിക്കോട്ടെ, എന്തായാലും എഴുതി വെക്കുക. ഇതിനാണ് ഞാൻ സ്ക്വയേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞത്. 2ന്ന് 5 കിട്ടണമെങ്കിൽ നമ്മൾക്ക് മൈനസ് ചെയ്യാം. പക്ഷെ നമ്മൾ 2 സ്ക്വയർ 4 ആണ്. 2 സ്ക്വയർ + 1 അതാണ് നമുക്ക് 5 കിട്ടുക. പിന്നെ 10 കിട്ടണേ നമ്മൾ ചെയ്യേണ്ടത് 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 + 1 അപ്പൊ നമുക്ക് 10 കിട്ടും. പിന്നെ 10ന്ന് 17 കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 4 സ്ക്വയർ + 1. 4 സ്ക്വയർ എത്രയാ? 16. 16 + 1 17 ആണ് നമുക്ക് കിട്ടുക. അതിന് 26 കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 5 സ്ക്വയർ + 1. 5 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ആണ്. 25ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 26 കിട്ടും. അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 6 സ്ക്വയർ + 1. 6 സ്ക്വയർ എന്ന് വെച്ചാൽ 36 ആണ്. 36ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 37 ആണ്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സീക്വൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള സീക്വൻസും ബാക്കിയുള്ള സ്ക്വയേഴ്സും എല്ലാമായിട്ട് നമുക്ക് എല്ലാത്തിലും കാണാം. ബൈ.